ഹലോ നമസ്കാരം. ചന്ദ്രകന്ത ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ 2025 ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. തമ്മിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 ഡെക്കുകൾ ഇവിടെയുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പം നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. 2025 ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? 2025 ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ നമുക്ക് കിട്ടിയിട്ടുള്ളത് സൺ കാർഡ് ആണ്. ക്ലാരിഫൈ ദ സൺ കാർഡ്. Clarify the Two of Swords. ആദ്യമേ നിങ്ങളോട് പറയുന്നു, ഡിസംബർ മാസം മികച്ചതാകണമെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. ഓവർ തിങ്കിങ് വേണ്ട. ഓക്കെ. ഇപ്പൊ ഞാൻ നാളെ ഒരു റീല് ഞാൻ കേട്ടതാണ്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു തരാറുണ്ട്, നമ്മുടെ ആൻസൈറ്റി നമ്മളോട് സംസാരിക്കുന്നതും നമ്മളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് 2 തരത്തിലാണ് എന്ന്, അല്ലെ? ആൻസൈറ്റിക്ക് എപ്പോഴും നമ്മൾ എന്താണോ നമ്മൾ ആൻസൈറ്റി കൂടെ നമുക്ക് ഉണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ഒരു വികാരം ഉണ്ടായിരിക്കും. മിക്കതും ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക, ഇതൊക്കെ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആദ്യം മെസ്സേജ് നമ്മളിലേക്ക് വരുമ്പോൾ ഒരു വികാരം ഉണ്ടാവില്ല, ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. അത് റിസീവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഫീലിങ്സ് വരുന്നത്. അതൊരു വഴിയാണ് നമ്മുടെ ആൻസൈറ്റി എന്താണ്, അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ഒരു വഴി അത് ഞാൻ ഇന്നാളൊരു റീലിൽ കണ്ടതാണ്, വളരെ ഉപകാരമായിട്ട് തോന്നി. കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഈ ആൻസൈറ്റി കൊണ്ട് ഉണ്ടാകുന്ന ചിന്തകൾ എപ്പോഴും ഒരു ചോദ്യ രൂപത്തിലായിരിക്കും. ഓക്കെ, അതങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ ഉണ്ടാവുമോ, അതുപോലെ നടക്കുമോ, ഇങ്ങനെ ഉണ്ടായില്ലെങ്കിലോ? മനസ്സിലായോ? ചോദ്യ രൂപത്തിലായിരിക്കും. ഇൻറ്റ്യൂഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഡൗൺലോഡ്സ്, നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ചോദ്യങ്ങളല്ല, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതുപോലെ ഇന്നതാണ് നടക്കുന്നത്, ഇവിടെ ഇത് ശ്രദ്ധിക്കണം, ഇതാണ് നല്ല ഓപ്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ 2 വഴികളുണ്ട് നമ്മുടെ ഇൻറ്റ്യൂഷനെയും ആൻസൈറ്റിയെയും വേർതിരിച്ചറിയാനായിട്ട്. അപ്പൊ ഗ്രൂപ്പ് 1 ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മാസം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഈ ചിന്തകൾ വരുമ്പോൾ, അനാവശ്യമായ ചിന്തകൾ വരുമ്പോൾ അത് ചിന്തകളാണെന്ന് തിരിച്ചറിയാനുള്ള വഴിയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ചിന്തകൾ റിലീസ് ചെയ്യുക. അത് വെറുതെ ഒരു ആൻസൈറ്റി ആണ്, അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ സ്വയം നമ്മളെ പഠിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കണം എല്ലാ ദിവസവും. ഒന്നുകിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോഴാണ് കൂടുതൽ നല്ലതെന്ന് ഞാൻ പറയും. കിടക്കുന്നതിന് മുൻപായിട്ട് അന്ന് നിങ്ങൾക്ക് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. അതൊന്നല്ലെങ്കിൽ മനസ്സിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം, ജേർണലിൽ എഴുതാം, എങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതാണ്. അതും ഒരു നല്ല പ്രാക്ടീസ് ആണ്. ഈ ഒരു ഡിസംബർ മാസത്തിൽ അത് മുടങ്ങാതെ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുക. അതായത് എന്തെങ്കിലും നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. നെഗറ്റീവായിട്ട് ചിന്തിക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം, അല്ലെ? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇത്ര നല്ല നെഗറ്റീവായി ചിന്തിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ എന്തൊരു കാര്യം ഭാവിയിൽ നടക്കാനുള്ള എന്തൊരു കാര്യത്തിനെയും ഒരു പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ നടക്കും. നല്ല പോലെ തന്നെ ഉണ്ടാവും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, തടസ്സങ്ങൾ ഉണ്ടാവില്ല. പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം കൂടുതൽ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാനും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാനും പിന്നെ ഒരുപാട് കുറ്റബോധം അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് ഒട്ടും പാടില്ല എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത്. ക്ലാരിഫൈ ദ ജഡ്ജ്മെന്റ്. Clarify the Princess of Coins.
പിന്നെ നിങ്ങളോട് പറയുന്ന വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം. ഓക്കെ, ആ ഡെസ്റ്റിനിയിൽ പറഞ്ഞ കാര്യം, ആ ഒരു വഴിത്തിരിവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, വലിയ മാറ്റമായിരിക്കും, അത് സംഭവിക്കാൻ പോകുന്ന ഒരു മാസമാണ് എന്ന് നിങ്ങൾ അറിയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനോ ആ ഒരു മാറ്റത്തിനെ നിന്ന് ഒളിച്ചോടാനോ ശ്രമിക്കാതെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവാനാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ആ മാറ്റം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ ആയിരിക്കും ഈ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയായിരിക്കാം ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. എങ്ങനെ വന്നാലും അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ആ ഒരു മാറ്റം നടക്കുന്നതിനെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, കുറച്ചു നാളും കൂടെ വൈകിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അത് എന്തായാലും നടന്നേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പൊ അത് നടക്കുന്നതിന് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഓരോ ദിവസം ആ ദിവസം എങ്ങനെ നല്ലതാക്കാം, എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഭാവിയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ എങ്ങനെയാവും, അത് ശരിയാവോ, ഇത് ശരിയാവോ, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലെ, നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ആശങ്കപ്പെട്ടിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഡിസംബർ മാസത്തിൽ. Clarify the 9 of Coins. Clarify the Ace of Cups. Clarify the Temperance. നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ ഒരു എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു കുറച്ചും കൂടെ ഒരു യൂണിയൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ആ ഒരു അലൈൻമെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗിൾ ആണ്, നിങ്ങൾക്ക് ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ റൊമാൻറ്റിക് ആക്കാൻ പറയുന്നു. ഓക്കെ, ആ ഒരു വ്യക്തി വരണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ പ്രണയം അനുഭവിക്കാനായിട്ട്. അത് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റൊമാൻറ്റിക് എനർജി നിലനിർത്താൻ നിങ്ങളോട് പറയുന്നുണ്ട് ഡിസംബർ മാസത്തിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സമയം കണ്ടെത്തുക, ഒരു കാരണവശാലും അത് നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സെൽഫ് ലവിൽ നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ആവുന്നു അത്രയും വേഗത്തിലാണ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് ചെയ്യുന്നു, അപ്പോ അത്രയും നിങ്ങൾ ഈ ഒരു ഡിവൈൻ യൂണിയൻ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള കണക്ഷനെ നിങ്ങൾ ഓപ്പൺ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് അതാണ്. നിങ്ങൾ ഈ ഒരു മാസം പ്രത്യേകിച്ച് ഇങ്ങനെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ കൂടുതൽ ഒരു ഹെൽത്തി കണക്ഷൻ ആവണം, അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യൂ. ഓക്കെ, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു സ്നേഹവും ആ ഒരു കെയറിങ് നിങ്ങളിൽ തന്നെ നിങ്ങൾ സ്വയം കൊടുക്കുക. ഓക്കെ, നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു സംതൃപ്തി ഉണ്ടാവണം ലൈഫിൽ. എന്നാലാണ് ഒരു പാർട്ട്ണർ വരുമ്പോൾ, ആ പാർട്ട്ണർ എന്നല്ല, നമ്മുടെ ലൈഫിലുള്ള എല്ലാ റിലേഷൻഷിപ്പും നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളെ അധികം വില കൊടുക്കുന്നില്ല, നമ്മുടെ പാർട്ട്ണർ നമുക്ക് ഒരു തരത്തിലും നമ്മളെ കെയർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ആ കെയറിങ് കൊടുക്കുന്നില്ല, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മളെ വില കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അത് അവർ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവരൊക്കെ അത്രേ ഉള്ളൂ, അവരുടെ റോൾ അതാണ്. ഫ്രണ്ട്സ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ കാണേണ്ടത്, അതനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി കണക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അതിന് സമയം കണ്ടെത്തുക. ഓക്കെ, അത് ചെയ്യുന്നതിന് സമയം കണ്ടെത്തണം, നിങ്ങളുടെ സന്തോഷത്തിനായി സമയം കണ്ടെത്തുക. അതുപോലെ നിങ്ങളുടെ ആ ഒരു മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷങ്ങൾ സാക്രിഫൈസ് ചെയ്തിരിക്കുക. മറ്റൊരാൾക്ക് അവർക്ക് നല്ലത് അല്ലെങ്കിൽ അവർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതിനോ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിനോ നിന്ന് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ഡിവൈൻ കണക്ഷനിലേക്ക് കൂടുതൽ അലൈൻഡ് ആകുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുന്നതും, ആ ഒരു യൂണിവേഴ്സിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഓപ്പൺ, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഡിസംബർ 2025 ആശംസിക്കുകയാണ്. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ഈ 2025 ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, 2025 ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 2 എന്താണ് ചെയ്യേണ്ടത്? Clarify the Fool. Clarify the Three of Pentacles. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ആ ഒരു പ്ലാൻ, ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ പ്ലാനിനോട് ഓപ്പൺ ആയിരിക്കാൻ, അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് ഡിസംബർ മാസം മികച്ചതാകും. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, പോവുക. ലൈഫ് അതായത് നിങ്ങളായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കുന്നതിന് ഡെഡ് ലൈൻ വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറയുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല സഹായങ്ങളും ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ തേടി സഹായങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അത് വരുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അവിടെ നിങ്ങളുടെ ഈഗോ എന്താ പറയാ, അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തോളാം എന്നുള്ള ഒരു ചിന്തയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഗ്രൂപ്പ് 1 പറഞ്ഞ പോലെ ഓരോ ദിവസവും ആ ദിവസം എങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാം, എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവാം. അടുത്ത ദിവസത്തെ കാര്യം അടുത്ത ദിവസം. ഓക്കെ, ഇത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് ആശങ്കപ്പെട്ട് അതൊന്നും ഇരിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഇൻ കേസ് നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിന്റെ എനർജി സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, ഒരു മാരേജ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിലേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക, ക്ഷമയോടെ തയ്യാറെടുക്കാൻ പറയുന്നു. ഓക്കെ, അത് നിങ്ങൾ അത് എപ്പോൾ വരും എന്നിങ്ങനെ കാത്തിരിക്കാന്ന് പറയില്ല, ഒരു ഡെസ്പറേഷൻ എനർജിയിൽ അങ്ങനെ ഇരിക്കുന്നതിന് പകരം ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്നിൽ എന്തൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് അത് വർക്ക് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് അത് ചെയ്തുകൊണ്ട് ആ ഹീലിംഗ് ചെയ്തുകൊണ്ട് എടുക്കേണ്ട ആക്ഷൻസ് കൃത്യമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ചിലപ്പോൾ ജോലി ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കാം. അങ്ങനെ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഡിസംബർ മാസത്തിൽ തന്നെ അത് സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ കാര്യമാണ് കണ്ടീഷൻ. അത് ചെയ്യുമ്പോഴേ ഇത് നടക്കൂ. ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കാലതാമസം നേരിടുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഒക്കെ വളരെ ആത്മവിശ്വാസത്തോടെ എടുക്കുക. അതായത് നിങ്ങൾ ഈ ചെയ്യുന്നതിന് റിസൾട്ട് ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസത്തോടെ വേണം നിങ്ങൾ ഓരോ ആക്ഷൻസ് എടുക്കുന്നതിനും. പിന്നെ പറയുന്ന പോലെ ക്ഷമയോടെ ചെയ്യുക. ഓക്കെ, അതിന്റെ റൈറ്റ് ടൈമിൽ സംഭവിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. Clarify the deck. Clarify the Seven of Swords. Clarify the Moon. പിന്നെ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തിട്ടുള്ള ആളുകൾ, ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ വീണ്ടും തിരിച്ചു വരാനൊരു സാധ്യത, അവർ ചിലപ്പോൾ ക്ഷമ ചോദിച്ചിട്ട് ഒരു സെക്കൻഡ് ചാൻസ് അവരെ ആഗ്രഹിച്ചിട്ട് തിരിച്ചു വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയിട്ട് പറയുന്നത് അവർക്ക് ഒരു ചാൻസ് കൊടുക്കണ്ട എന്നാണെങ്കിൽ റെസ്പെക്ട്ഫുള്ളി ആ കണക്ഷൻ അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ അവർ ചീത്ത വിളിക്കാൻ ഒന്നിനും പോണ്ട. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി അവർ കൊണ്ടുവരും. ആ നടന്ന സംഭവത്തിൽ എന്താണ് ശരിക്കും നടന്നത്, എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്കൊരു കൃത്യമായ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അവർ ചിലപ്പോൾ അവരുടെ പങ്ക്, അവരതിൽ എന്തെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമ ചോദിച്ചുകൊണ്ട് വീണ്ടും ഒരു അവസരത്തിനായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അയ്യോ അവർ ക്ഷമ ചോദിച്ചതല്ലേ, അപ്പൊ എങ്ങനെയാ ഒരു അവസരം കൊടുക്കാതിരിക്കുക
എനിക്ക് താല്പര്യമില്ല, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ മോശമാവില്ലേ, അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയണത് നോക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയാണ് അവരെ അകറ്റി നിർത്തന്നെ വേണം, എന്തോരം ക്ഷമ ചോദിച്ചാലും ക്ഷമിച്ചോളൂ, പക്ഷെ അവരെ അകറ്റി നിർത്തണം, ഇനിയും ഒരു അവസരം കൊടുക്കരുത്, ഇനിയും ആ പാഠം പഠിക്കുക, ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്, ഇനിയും വീണ്ടും അതിലേക്ക് പോകാതിരിക്കുക എന്നാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയി പറയുന്നതെങ്കിൽ അത് തന്നെ കേൾക്കണം. ഓക്കെ, അത് തന്നെ കേൾക്കാനായിട്ട് പറയുന്നു. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നതാണ്. ബ്രേക്ക് ചെയ്യേണ്ട പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യുക, ആ ലൂപ്പിൽ പോവാതിരിക്കുക. ഓക്കെ, അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളോട് അതാണ് പറയുന്നത്, വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഇൻ ജനറൽ വളരെ കോൺഫിഡന്റ് ആയിരിക്കുക. ഈ മാസത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടെങ്കിലും പരിശ്രമിക്കുമ്പോൾ അത് ഞാൻ നേടിയെടുത്തിരിക്കും എന്നുള്ള ഒരു സ്ട്രോങ് ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണ് എന്നുള്ളത് എപ്പോഴും ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് വരുന്ന സഹായങ്ങളൊക്കെ അത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുമെങ്കിൽ, നേരായ മാർഗത്തിലൂടെ അത് കൂടുതൽ അടുപ്പിക്കുമെങ്കിൽ അത് സ്വീകരിക്കുക. പൊതുവെ യൂണിവേഴ്സിന്റെ ആ ഒരു പ്ലാൻ, യൂണിവേഴ്സിന്റെ ടൈമിങ്ങിനോട് ഓപ്പൺ ആയിരിക്കുക, അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ക്ഷമയോടെ, ഒരു ഡെഡ് ലൈൻ വെക്കാതെ ക്ഷമയോടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതാണ് പറയുന്നത്. ഓക്കെ, എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അവസാനിപ്പിച്ച് പോകേണ്ട ബന്ധങ്ങളുണ്ട്, രണ്ടാമത് അവസരം കൊടുക്കേണ്ട ബന്ധങ്ങളുണ്ട്. അത് ഏതാണെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, അല്ലാതെ മറ്റുള്ളവർ പറയണ കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരാവോ, മറ്റുള്ളവരുടെ ഒരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കരുത്. വീണ്ടും ആ ലൂപ്പിലേക്ക് പോവരുത്, വീണ്ടും ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനിട വരുത്തരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഡിസംബർ 2025 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ 2025 ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. 2025 ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 3 എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് പേജ് ഓഫ് സോർട്സ് ആണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ക്ലാരിഫൈ ദ പേജ് ഓഫ് സോർട്സ്. ക്ലാരിഫൈ ദ ജസ്റ്റിസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയുള്ള ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഈ വർഷം സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഈ വർഷം അവസാനിക്കുന്നുണ്ടല്ലോ, ഇതുവരെ ഈ ഒരു മൊമെന്റ് വരെ സംഭവിച്ചുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനായിട്ട്, അതായത് അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു ക്ലൂസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് തരാണ് ചെയ്യാം. ഓക്കെ, അത് എക്സ്പോസ്ഡ് ആകാം, അത് അതിന് അങ്ങനെ കൺഫർമേഷൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സയൻസ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ക്ലൂസ് ഡെഫിനറ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്യണം. അതിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് അതിനെ നോട്ട് ചെയ്ത് അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ ആ ട്രൂത്ത് നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആകുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അതിനെ എന്താ പറയുക, നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലൂസിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കാരണവശാലും ഡെസ്പറേറ്റ് ആകാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അത് നാച്ചുറലി എക്സ്പോസ്ഡ് ആകും. പക്ഷെ അതിന് മുൻപ് നിങ്ങൾക്ക് ക്ലൂസ് ലഭിക്കുന്നതാണ്. ആ ക്ലൂസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. മനസ്സിലായില്ലേ? അവിടെ അത് നിങ്ങൾ എന്താ പറയണ്ടേ, അതിനെ അവഗണിക്കാൻ പാടില്ല. അപ്പൊ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കുക ഈ ഒരു മാസം. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു സ്ട്രോങ് ഒരു ഒബ്സർവേഷൻ, നിങ്ങൾക്ക് സ്ട്രോങ് ഒബ്സർവേഷൻ ഉള്ള ഒരാളായിരിക്കാം. അപ്പൊ അത് കൃത്യമായി ഉപയോഗിക്കുക. സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഓക്കെ, കമ്മ്യൂണിക്കേഷനിലൊക്കെ മാക്സിമം ട്രാൻസ്പെറൻസി വേണം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് അല്ല, കൃത്യം ട്രാൻസ്പെറൻസി, ഇതാണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിയെടുക്കുക. അത് നമുക്ക് അങ്ങനെ ക്ലാരിറ്റി, നമുക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ക്ലാരിറ്റി നൽകുക. അതുപോലെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ചിലപ്പോൾ വരുമല്ലോ.
അപ്പോൾ അവിടെ നിങ്ങൾ പറയാം ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ എടുത്തു പറയണം. മനസ്സിലായില്ലേ? നമുക്ക് എംപ്രസിന്റെ പിന്നാലെ എംപറർ വന്നിട്ടുണ്ട്. അതെന്താണ് സംഗതി നോക്കാം. ക്ലാരിഫൈ ദ എംപറർ. Wheel of Fortune, divine timing. Clarify the Wheel of Fortune. 5 of Wands. പാസ്റ്റിലേക്ക് പോവാതിരിക്കുക എന്നുള്ള ഒരു, അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറയുന്നു. അത് അപ്പോ എനിക്ക് തോന്നുന്നു സിമിലർ ആയിട്ട്, ഓക്കെ, ഇവിടെ ഈ ഒരു എനർജി വന്നിട്ടുള്ളത് ആ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മുൻപ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ചില സിറ്റുവേഷൻസ്, അതിന്റെ ഒരു റിപ്പീറ്റേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേ മോഡൽ അല്ലെങ്കിൽ അതേ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു അവസരം യൂണിവേഴ്സ് തരുന്നത് ആ പാറ്റേണിൽ നിന്ന് പുറത്തു കിടക്കാൻ, ആ ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കാനാണ്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. പഴയ പോലെ അല്ല നിങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യേണ്ടത്. ഇതുവരെ റിയാക്ട് ചെയ്ത പോലെയല്ല. നിങ്ങൾക്ക് ഇപ്പോ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അല്ലെ. മുൻപ് ഇത് സമാന്തരമായിട്ട് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടിരുന്നത്, ഇന്നതാണ് ചെയ്യേണ്ടിരുന്നത് എന്നുള്ള നിങ്ങൾ കുറച്ച് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ പണ്ടത്തെ പോലെ അല്ല നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയണ്ടേ, അപ്ലൈ ചെയ്യുന്നതോടുകൂടെ ആ ഒരു കോൺഫ്ലിക്റ്റ്, അതൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു എന്താ പറയണ്ടേ, ചാലഞ്ച് ആയിരിക്കാം, ഒബ്സ്റ്റക്കിൾ ആയിരിക്കാം. ഓക്കെ, ഒബ്സ്റ്റക്കിൾ എന്നുള്ള വാക്ക് സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റും. നിങ്ങൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പഴയതിലേക്ക് തന്നെ പോകും. ഓക്കെ, ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു മുൻപ് ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും യൂണിവേഴ്സ് കൃത്യമായി സയൻസ് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേ സമാനമായിട്ടുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ ഇത് മുൻപ് ഉണ്ടായിട്ടുള്ളതാണ്, അന്ന് ഞാൻ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, പക്ഷെ അന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ എന്നതൊക്കെയാണ്, ഈ പാഠങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം റിയാക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുറച്ചൊന്ന് ചിന്തിച്ച് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുക. ഇമോഷൻസിന്റെ പുറത്ത് ആക്ഷൻസ് എടുക്കാതിരിക്കുക. അത് വീണ്ടും പഴയപടി പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, clarify the 8 of cups. Clarify the judgment. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ, ചില എൻഡിങ്സ് ഈ ഒരു മാസം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെന്റ് കാർഡോട് കൂടെ നമുക്ക് കാണുന്നത് ചില എൻഡിങ്സ് ആണ്. അതായത് നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്ന്, ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില അധ്യായങ്ങളിൽ നിന്ന് അത് അവസാനിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ആ ഒരു ഇമോഷണലി, അതായത് ഇത് അവസാനിക്കുകയാണല്ലോ എന്നുള്ള ആ ഇമോഷൻസ്, വിഷമം ഉണ്ടാവും ഓഫ് കോഴ്സ് അല്ലെ. നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ 10 നാളിന്റെ ചില ബന്ധങ്ങളായിരിക്കാം അങ്ങനെ അവസാനിച്ച് പോണത്. അല്ലെങ്കിൽ അത്ര നാൾ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആയിരുന്നതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കുകയാണ്, നമ്മൾ വേറെ സിറ്റുവേഷനിലേക്ക് പോകുന്നു, അതിനെ നമ്മൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ലൈഫിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അധ്യായം അവസാനിക്കുകയാണ്. ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇമോഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് ഇമോഷണലി നമുക്ക് ഫീൽ ചെയ്യും ഡെഫിനറ്റ്ലി. പക്ഷെ അതന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ പാടില്ല. അവിടെ നിങ്ങളുടെ ഇമോഷണൽ സൈഡും ലോജിക്കൽ സൈഡും ഒരുപോലെ ആക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡീറ്റൂർ അല്ലെങ്കിൽ ഈ ഒരു റീഡയറക്ഷൻ അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ്, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ ഒരു വിഷമങ്ങളുള്ള, നിങ്ങൾ ഒട്ടും മനസ്സുകൊണ്ട് തൃപ്തിയല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങളെ മാറ്റുന്നത്, നിങ്ങൾക്ക് വേറൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്. ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിരിക്കാം, പക്ഷെ ആ കംഫർട്ട് സോണിൽ അത് കംഫർട്ട് സോൺ ആണ് എന്നുള്ളത് കൊണ്ട് അതിൽ തന്നെ നിലനിന്ന് പോകാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം ഈ ഒരു ചേഞ്ച് അത് സംഭവിക്കേണ്ടതാണ്. അത് ഈ 2025 അവസാനിക്കുന്നതിനുള്ളിൽ സംഭവിക്കേണ്ടതാണ്. അത് അതിനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഈ പറഞ്ഞ പോലെ ഇമോഷണലി ചിന്തിച്ച് നിങ്ങൾ അതിൽ തന്നെ എന്റെ കംഫർട്ട് സോൺ ആണ്, അവിടെ നടന്നിട്ടുള്ള 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങളെ വിഷമിപ്പിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ അവിടെ ആ ഒരു കംഫർട്ട് സോൺ ആയതുകൊണ്ട് ആ നെഗറ്റീവ് ആയിട്ടുള്ളത് ചിന്തിക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ളതിനെ തപ്പിപ്പിടിച്ച് അതിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ച് നൊസ്റ്റാൾജിക് ആയിട്ട് എനിക്കിത് പോകുന്നത് ഭയങ്കര വിഷമാണെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക. ഓക്കെ,
വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയണേ. കാരണം ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കണ്ടോ, നമുക്ക് ചാരിയറ്റ് ആണ് അണ്ടർലൈൻ എനർജി. ഒരുപാട് പുരോഗതിയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതോടെ നിങ്ങളുടെ ലൈഫിൽ വളരെ കാര്യമായ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു ലൊക്കേഷൻ ചേഞ്ച് ആയിരിക്കാം. പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉന്നതികൾ, ഒരുപാട് വിജയങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഇമോഷണലി ചിന്തിച്ച് നിങ്ങളുടെ കംഫർട്ട് സോൺ ആണെന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ നിൽക്കാതിരിക്കുക. ആ ഓപ്പർച്യൂണിറ്റീനെ തട്ടിക്കളയാതിരിക്കുക. അങ്ങനെ ഒരു അവസരം വരുന്നു, ആ അവസരത്തിനെ ഉപയോഗിക്കുക. അത് ഡെസ്റ്റിനിയിലുള്ളതാണ്. ഓക്കെ, ഞാൻ കേൾക്കുന്നത് അതിന്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാനാണ്. ഇത് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇപ്പൊ ചിലപ്പോൾ ജോബിലായിരിക്കും അത് സംഭവിക്കണേ. ഓക്കെ, അയ്യോ ഞാൻ ഇപ്പോൾ ഉള്ള പൊസിഷനേക്കാളും ചെറിയ പൊസിഷൻ ആണല്ലോ, അപ്പൊ എങ്ങനെയാ ശരിയാവാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉപേക്ഷിക്കരുതെന്നാണ് ഈ പറയുന്നത്. ചിലപ്പോൾ അതിലൊരു യാത്ര, ഒരു റീലൊക്കേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരും. അതൊന്നും ഒരു തടസ്സമായി കാണാതെ, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു എന്താ പറയാ, ഒരു എക്സ്ക്യൂസസ് ആയി കാണാതെ അത് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. അതിനെ ആ ഒരു പറഞ്ഞ പോലെ ഇമോഷണൽ ലോജിക്കൽ സൈഡ് ആ ഒരു വെൽ ബാലൻസ്ഡ് ആയി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു അവസരം എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഡിസംബർ മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ലൊരു ഡിസംബർ മാസം ആശംസിക്കുന്നു. താങ്ക് യു.